സാധാരണ ഒരു ഇലക്ഷൻ കാലത്ത് സർക്കാർ ചെയ്യുന്നത് ഈ സർക്കാരും ചെയ്തുള്ളൂ. തങ്ങളുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി വഴികൾ നോക്കുക. അതിലൊന്നാണ് നവകേരള സർവേ. സർക്കാരിന്റെ പദ്ധതികളും നേട്ടങ്ങളും പാർട്ടിക്കാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിന്റെ ചെലവ് പരമാവധി സർക്കാരിൽ നിന്നും ചെലവഴിക്കുക. ഏത് പാർട്ടിക്കാരും ചെയ്യുന്ന കാര്യമാണ്. പ്രതിപക്ഷത്തിന്റെ തടസ്സവാദത്തെ തുടർന്ന് ഹൈക്കോടതി നവകേരള സർവേ റദ്ദ് ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ സുപ്രീം കോടതി റദ്ദ് ചെയ്തു. നവകേരള സർവേ തുടരാം എന്ന രീതിയിൽ വിധി വന്നു. സർക്കാരിന് വളരെ ആശ്വാസമായ ഒരു വിധിയായിരുന്നു ഈ സമയത്ത്. എന്നാൽ ഉറപ്പാണ് വാക്ക് എന്ന പേരിൽ DA, ഭവന നിർമ്മാണ അഡ്വാൻസ് തുടങ്ങിയുള്ള സർക്കാർ വിവരങ്ങളെക്കുറിച്ച് വാട്സാപ്പിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തി തുടങ്ങിയത് ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ശമ്പള വിവരങ്ങൾ യഥാർത്ഥ കക്ഷികളെ അറിയിക്കുന്നതിന് വേണ്ടി ശേഖരിക്കുന്ന മൊബൈൽ ഡേറ്റ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആർക്കും ചോർന്നു കിട്ടുമെങ്കിൽ എങ്ങനെയാണ് സുരക്ഷിതം അല്ലെങ്കിൽ സ്വകാര്യത ഉറപ്പിക്കാൻ കഴിയുന്നത് എന്ന് കോടതി പ്രത്യേകം ചോദിച്ചു. ജഡ്ജിമാർ അടക്കമുള്ളവർക്ക് സന്ദേശം ലഭിച്ചു എന്നുള്ള ആരോപണവും ഗുരുതരമാണ്. ഇങ്ങനെ മൊബൈൽ ഡേറ്റ ചോർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആരോപണം ശരിയാണ് എങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമെന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോണുകളിലേക്ക് എത്തിയ സന്ദേശം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണെന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള നടപടിയാണ് ഈ മൊബൈൽ സന്ദേശം എന്നുള്ളതിന് മുഖ്യമന്ത്രി ഒഴികെയുള്ള വകുപ്പുകൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി പ്രത്യേക നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ചക്കകം മൊബൈൽ ഡേറ്റകൾ എങ്ങനെയാണ് സർക്കാരിന് ലഭ്യമായത് എന്നുള്ളതിന് വിശദീകരണവും കോടതിയിൽ നൽകണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൊബൈൽ ഡേറ്റകൾ ശേഖരിച്ചിട്ടില്ല എന്നും IT വകുപ്പിന് നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും ആനുകൂല്യം ലഭിക്കുന്ന ജീവനക്കാർക്ക് സമാന രീതിയിൽ സന്ദേശം അയക്കാറുണ്ട് എന്ന് കോടതിയിൽ സർക്കാർ അറിയിച്ചു. എന്നാൽ ആനുകൂല്യം ലഭിക്കാത്തവർക്ക് പോലും ഇത്തരത്തിൽ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഇങ്ങനെ ഒരു സന്ദേശം അയക്കുന്നതിന് ഉടമകളാരും അനുമതി നൽകിയിട്ടില്ല എന്നും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചു. ആനുകൂല്യം ലഭിച്ചവർക്ക് മാത്രമാണ് സന്ദേശം ലഭിച്ചതെന്ന് വാക്ക് നൽകാൻ കഴിയുമോ എന്ന് സർക്കാരിനോട് കോടതി എടുത്തു ചോദിച്ചു. ശമ്പള സേവന വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പാർക്കിലെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സർക്കാർ അവസാനിപ്പിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. എന്തായാലും വെള്ളിയാഴ്ച വരെ ഈ സന്ദേശം ആർക്കും എത്തില്ല എന്നും അടുത്ത കോടതി വിധി വരെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നും സർക്കാർ അറിയിച്ചു. ഈ വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം നവകേരള സർവേക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഏറെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.